വാട്സ്ആപ്പ് ഗൈസ്, റിബോക്കേഴ്സ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഇവർക്ക് ഹൃദ്യമായ സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാസിം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും പ്രത്യേകം കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എഗ് ഫ്രൈഡ് റൈസ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റ്സ് എൻ്റെ സ്വീറ്റ് വൈഫാണ് ഇന്നത്തെ പാചകം ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം വൈപ്പിക്കുന്നില്ല, നമുക്ക് നേരെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. എഗ് ഫ്രൈഡ് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആദ്യമായി ബിരിയാണി അരിയാണ് വേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. അടിച്ചിരിക്കുന്ന ബിരിയാണി അരി കുതിർത്തേണ്ടത് ആയത് കാരണം നേരത്തെ തന്നെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. 3 ക്യാരറ്റ്, 1 സവാള, ക്യാബേജ്, ബീൻസ്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, 3 മുട്ട. ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് ഇതിൽ ആവശ്യമായി വരുന്നത്. ഒരു പാത്രത്തിൽ ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇടുക. ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 3/4% വേവാകുമ്പോൾ തന്നെ നമ്മുടെ അരി നമ്മൾ വാങ്ങി വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഈ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ശേഷം നമ്മുടെ 3 മുട്ട നമ്മളൊന്ന് ചിക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. മുട്ട നന്നായി ചിക്കിയെടുക്കുക. മുട്ട ചിക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക. നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ് എന്നിവ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ക്യാബേജും സവാളയും ക്യാപ്സിക്കവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 75% വേവാകുന്നവരെ ഇത് ഇളക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളകും അതിലേക്ക് ചേർക്കുക. നന്നായി ഒന്ന് ഇളക്കുക. ഇതിലേക്ക് ചെറിയൊരു പൊടിക്കൈ എന്നോളം ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പച്ചക്കറിക്ക് ഫ്രഷ്നെസ് തോന്നിക്കാൻ വേണ്ടിയാണ് ഈ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം ഇതിലേക്ക് സോയാബീൻ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ റൈസ് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ പച്ചക്കറിയും റൈസും തമ്മിൽ മിക്സ് ആകേണ്ടതുണ്ട്. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാബീൻ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം.
നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റൈസ് നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് നമുക്ക് മുന്നിലേക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് എത്തുന്നതാണ്. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ഹോട്ടലിലെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ കാരണം പറയുന്നതല്ല കേട്ടോ, കാര്യമായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിബോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.